പ്രിയ ദൈവമക്കളെ, കർത്താവിൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ നിധി എന്താണ്? അത് ധനമല്ല, അത് പദവിയല്ല, അത് ആരോഗ്യം പോലുമല്ല. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ അന്വേഷിക്കുന്നത് നിത്യജീവനാണ്. ഇന്നത്തെ ധ്യാന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നിത്യജീവൻ എന്നത് ഒരാശയം മാത്രമല്ല, വിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ അന്തിമ ഫലമാണ്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം. അതിപ്രകാരമാണ്: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകും. ആമേൻ. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് രക്ഷയുടെ തുടക്കമാണ്. പാപം മനുഷ്യനെ അടിമയാക്കും. പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റും. പാപത്തിൽ കഴിയുന്നവന് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഈ തിരുവചനം നമ്മോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരക്കുരിശിൽ രക്തം ചിന്തി നമുക്കായി ബലിയായതിനാലാണ്. യേശു നമ്മെ കുറ്റത്തിൽ നിന്ന് മോചിപ്പിച്ചു, ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു, അടിമത്വത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി. ദൈവത്തിന് ദാസന്മാർ, അതാണ് ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ അർത്ഥം. ലോകം പറയുന്നു സ്വാതന്ത്ര്യമെന്നാൽ ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണ്, അതാണ് സ്വാതന്ത്ര്യമെന്ന്. എന്നാൽ ദൈവം പറയുന്നു ദൈവത്തിന് ദാസനായിരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പാപത്തിന് ദാസനായിരിക്കുന്നവൻ നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് ദാസനായവൻ വിശുദ്ധീകരണത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. ദൈവ ദാസത്വം അതൊരു അടിമത്വമല്ല, അത് മഹത്വത്തിലേക്കുള്ള വിളിയാണ്. ഈ വിശുദ്ധ ഞായർ എന്ന് പറയുന്നത്, ദേവാലയ സന്ദർശനം എന്നത് അത് ആത്മീയ പുനരുജ്ജീവനമാണ്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നത് ഒരു ആചാരമല്ല, അത് ഒരു ആത്മീയമായ തീരുമാനമാണ്. ദേവാലയം എന്നത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലമാണ്. വചനം കേൾക്കുന്ന സ്ഥലം, മനസ്സ് ശുദ്ധമാക്കുന്ന സ്ഥലം. നിത്യജീവൻ ആഗ്രഹിക്കുന്നവന് ദൈവ സാന്നിധ്യം അവഗണിക്കുവാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. അവിടെ തിരുശരീര തിരുരക്തങ്ങൾ പാനം ചെയ്യും. വിശുദ്ധീകരണത്തിന്റെ ആഹാരമാണ്. യേശു തമ്പുരാൻ പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. ആ വിശുദ്ധ ബലിയർപ്പണം എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ ഓർമ്മ, കൃപയുടെ പുതുക്കൽ, ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധിയില്ലാതെ നിത്യജീവനില്ല. തിരുശരീര തിരുരക്തം വിശുദ്ധീകരണത്തിലേക്കുള്ള ദൈവത്തിന്റെ വഴിയാണ്. അതിന്റെ ഫലം വിശുദ്ധീകരണം.
ജീവിതത്തിൽ തെളിയേണ്ട മാറ്റങ്ങളാണത്. ക്രൈസ്തവ ജീവിതം വാക്കുകളാൽ മാത്രമല്ല, ഫലത്തിൽ നിന്നാണ് അത് ഉളവാകേണ്ടത്, അത് തെളിഞ്ഞു വരേണ്ടത്. വിശുദ്ധീകരണം കാണപ്പെടുന്നത് നമ്മുടെ ചിന്തയിൽ, വാക്കുകളിൽ, പ്രവൃത്തിയിൽ, ബന്ധങ്ങളിൽ. അങ്ങനെയുള്ള വിശുദ്ധ ജീവിതം നിത്യജീവന്റെ അടയാളമാണ്. അതിൻ്റെ അർത്ഥം നിത്യജീവനാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിൽ എല്ലാം അവസാനിക്കും, പക്ഷേ നിത്യജീവൻ അതൊന്ന് അവസാനിക്കുന്നില്ല. ദൈവത്തിന് ദാസനായവന്റെ അന്ത്യം അത് നാശമല്ല, നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, നമുക്കിന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യം ഇതാണ്: ഞാൻ ആ വഴിയിലാണോ നടക്കുന്നത്? ആമേൻ. നമ്മുടെ കണ്ണുകൾ അടച്ച് അല്പസമയം ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ കർത്താവേ, പാപത്തിൽ നിന്ന് ഞങ്ങളെ ഇന്ന് സ്വതന്ത്രരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്കു നന്ദി പറയുന്നു. പലപ്പോഴും ആ സ്വാതന്ത്ര്യം ഞങ്ങൾ അലക്ഷ്യമായി ഉപയോഗിച്ചു. ഇന്ന് ഞങ്ങൾ അനുതപിക്കുന്നു കർത്താവേ, ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ദൈവത്തിന് ദാസന്മാരായി വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വിശുദ്ധ ദിവസങ്ങൾ ദൈവാലയങ്ങളിൽ പോകുവാൻ, നിന്നെ അന്വേഷിക്കുന്ന നിർമ്മലമായൊരു ഹൃദയം അടിയങ്ങൾക്ക് തമ്പുരാനെ നീ പ്രദാനം ചെയ്യും. തിരുശരീര തിരുരക്ത യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നിത്യജീവന്റെ അവകാശികളായി അവസാനത്തോളം വിശ്വസ്തരായി നടക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. കർത്താവേ, സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.